ഇത് മണിയൂർ എന്ന ഗ്രാമം. ഒരു കാലത്ത് അംഗവായ്ത്താരികൾ മുഴങ്ങിയിരുന്ന പോരാളികളുടെ ഗ്രാമം. ഇന്ന് ഞങ്ങൾ ഇവിടെ എത്തിയത് തൻ്റെ കലാരൂപം കൊണ്ട് പോരാട്ടവീര്യം പകർന്ന ഒരു വലിയ കലാകാരൻ്റെ സവിധം തേടിയാണ്. വരിക, നമുക്ക് ആ മഹാമനീഷിയൊരാറുണ്ട്, ആതിരക്കുളിരുള്ളൊരാറുണ്ട്, ആറിന്റെ തീരത്തൊരാളുണ്ട്, അഴകേറും പൂമണിക്കാവുണ്ട്. ഇത് ടി കെ ഗോപാലൻ എന്ന TKG മണിയൂർ. തൻ്റെ ജീവിത സായാഹ്നത്തിൽ അക്ഷരങ്ങളുമായി അഭിരമിച്ചുകൊണ്ട് ഇപ്പോഴും ദീപ്തദീപ്തമായ വിപ്ലവ കലാസ്മരണകൾ നെഞ്ചേറ്റിക്കൊണ്ട് മണിയൂരുകാരുടെ TKG മാഷ് എന്ന സഖാവ് TKG ഇവിടെയുണ്ട്. ഈ തറവാട്ടിൽ മണിയൂർ എന്ന ഗ്രാമത്തിൻ്റെ പേര് എണ്ണിയാലൊടുങ്ങാത്ത വേദികളിൽ മുഴക്കിയ മഹാപ്രതിഭ. കഥാപ്രസംഗത്തിൻ്റെ തേരോട്ട സമയത്ത് കവിതാപ്രസംഗം എന്ന നൂതന കലാസൃഷ്ടിയുടെ പിതാവ് സഖാവ് TKG മണിയൂർ. സഖാക്കളെ, നാളെ വൈകുന്നേരം വായനശാല പരിസരത്ത് വെച്ച് ചേരുന്ന പാർട്ടിയുടെ പൊതുയോഗത്തിൽ വിപ്ലവ പ്രസ്ഥാനത്തിന്റെ കരുത്തനായ നേതാവ് സഖാവ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് സംസാരിക്കുന്നു. തുടർന്ന് സഖാവ് TKG മണിയൂർ അവതരിപ്പിക്കുന്ന കവിതാ പ്രസംഗം ചണ്ടാല ഭിക്ഷുകി. മുഴുവൻ സഖാക്കളെയും യോഗസ്ഥലത്തേക്ക് ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനങ്ങളിലും സമരമുഖങ്ങളിലും ഒഴിച്ചു നിർത്താൻ പറ്റാത്ത ഒന്നായിരുന്നു TKG മണിയൂരിൻ്റെ കവിതാപ്രസംഗം എന്ന കലാരൂപം. പാടത്തെ ചേറിലും ചെളിയിലും രക്തമൊരുക്കുന്ന വെയിലിലും പണി ചെയ്തു വന്ന തൊഴിലാളി സഖാക്കൾ തങ്ങളുടെ ആശയവും ആശ്രയവുമായ ചെങ്കൊടിത്തണലിലിരുന്ന് സഖാവ് TKGക്ക് കാതോർത്തു. TKGയുടെ കവിതാപ്രസംഗം പാർട്ടി വേദികളിൽ നിന്നും പാർട്ടി വേദികളിലേക്ക് അശ്വമേധം നടത്തുകയായിരുന്നു അക്കാലത്ത്. രാത്രിയിൽ പാമ്പിഴയുന്ന വഴിത്താരകളിലൂടെ തൻ്റെ കലാസബര്യ കഴിഞ്ഞ് മടങ്ങുന്ന സഖാവ് ഏറെ കറങ്ങിത്തളർന്ന നാഴികമണി സൂചികളെയും അച്ഛനെ കാത്തുറങ്ങിപ്പോയ മക്കളെയും കാത്തിരിക്കുന്ന ഭാര്യയെയും ഒരുപക്ഷെ വിസ്മരിച്ചിരിക്കാം. തൻ്റെ വാക്കുകൾക്കും ശബ്ദത്തിനും വേണ്ടി ഒരു മഹാപ്രസ്ഥാനം കാത്തിരിക്കുന്നുണ്ട് എന്ന ബോധമാവാം അതിന് കാരണം. സാംബശിവനും കെടാമംഗലവുമെല്ലാം കഥാപ്രസംഗവുമായി തേരോട്ടം നടത്തിയിരുന്ന സമയത്താണ് കവിതാപ്രസംഗവുമായി സഖാവ് TKG വടക്കൻ കേരളം കീഴടക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേദികൾ TKGക്ക് വേണ്ടി ഹൃദയപൂർവ്വം കാത്തിരുന്നു. രാത്രികൾ പകലാക്കി TKG തൻ്റെ കലാസബരി തുടർന്നുകൊണ്ടേയിരുന്നു. മാഷിൻ്റെ ഫാമിലിയെക്കുറിച്ച് മാഷിന് എന്താണ് പറയാനുള്ളത്? എൻ്റെ ഫാമിലിയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ഭാര്യ, മക്കള്, അതുപോലുള്ള ബന്ധപ്പെട്ട മറ്റു വ്യക്തികൾ, അതാണല്ലോ ഉദ്ദേശിക്കുന്നത് ഫാമിലി. എൻ്റെ ഭാര്യ ജോലിയൊന്നുമില്ല. ജോലി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ജോലി ഒന്നും ഉണ്ടാക്കിയെടുത്തിട്ടില്ല. ഒരു ഹൗസ് വൈഫാണ്. SSLC ഒക്കെ നന്നായിട്ട് മാർക്കോടുകൂടി പാസ്സായെങ്കിലും എൻ്റെ ഒരു ശ്രദ്ധക്കുറവ് കൊണ്ട് അവളെ ഒരു ജോലിയിലേക്ക് പ്രവേശിപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെട്ടില്ല. ഇന്നും ഹൗസ് വൈഫായിട്ട് അവളെൻ്റെ കൂടെ കഴിഞ്ഞു കൂടുകയാണ്. വല്ല പ്രയാസങ്ങളോ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സാമാന്യ മോശമല്ലാത്ത ഒരു ചുറ്റുപാടിൽ ഞങ്ങൾ ജീവിച്ചു കൊണ്ടേയിരിക്കുന്നു. ഞങ്ങൾക്ക് 3 കുട്ടികളും ഉണ്ട്. മക്കളുടെ പേര്? മക്കളുടെ 3 കുട്ടി. മൂത്ത മകള് ലൂസി എന്നാണ് പേര്. നമ്മളെ നാടൻ പേരുകൾ സാധാരണ വിളിച്ച് ശീലിച്ച നാട്ടിൽ ഒരു പുതിയ പേര് കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ലൂസി എന്ന് വിളിച്ചു. അവളെ ട്രെയിനിങ് കഴിപ്പിച്ചു. അവൾ മണിയൂർ UP സ്കൂളിലെ ടീച്ചറാണ് ഇന്ന്. ഒരു മകനുള്ളത് എഞ്ചിനീയറാണ്, വിനീത് കുമാറും. മറ്റൊരു മകനുള്ളത് ഈ ഹാൻഡെക്സില്ലേ, ഹാൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജോലി
നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ അങ്ങനെ 3 മക്കൾ. മൂന്നാമത്തെ ആള് മൂന്നാമത്തെ ആളാണ് ഞാൻ പറഞ്ഞ ആഘോഷം എന്ന് പറഞ്ഞേ. ആ. അവനിപ്പോൾ ഈ ഹാൻഡെക്സ് ഒക്കെ കൈകാര്യം ചെയ്ത് വരുന്ന ഒരു രീതിയാണ്. അതിൻ്റെ ഒരു ട്രെയിനിങ് എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ 3 പേരും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ജീവിതം തുടർന്ന് വരുന്നു. 3 അവർ കല്യാണം കഴിച്ചിട്ടുണ്ട്, അവർക്കെല്ലാം മക്കളുണ്ട്, മക്കളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട്. നല്ല സന്തോഷമായിട്ട് വലിയ ഒരു സമ്പന്നതയൊന്നുമില്ലെങ്കിലും ഒരേ ഏജിൽ അങ്ങനെ കഴിഞ്ഞു പോവാണ്. കഥാപ്രസംഗം സജീവമായ ഒരു സമയത്താണ് ഞാൻ കവിതാപ്രസംഗത്തിലേക്ക് വന്നത്. അതെന്താ കാരണം? കഥാപ്രസംഗത്തിൽ നിന്ന് ഞാൻ കവിതാപ്രസംഗത്തിലേക്ക് വരാനൊരു കാരണമുണ്ട്. കഥാപ്രസംഗം എന്ന് പറഞ്ഞാൽ ഒരു സംഘകലയാണ്. അതിൽ പിന്നണിയിൽ ഓർക്കസ്ട്ര വേണം, പിൻപാട്ട് പാടാൻ ആൾ വേണം. അങ്ങനെ ഒരു 5-8 പേരടങ്ങിയ ഒരു സംഘമാണ് ഒരു കഥാപ്രസംഗ സംഘം. അപ്പോൾ ആ കഥാപ്രസംഗത്തിലേക്ക് ആർട്ടിസ്റ്റുകളെ കൊണ്ടുപോകുമ്പോൾ ഓർക്കല്ലേ ഞാനത് കൊടുക്കണ്ടേ, അവർക്കെന്തെങ്കിലും തുക കൊടുക്കണ്ടേ. അപ്പോൾ ഞാൻ കഥാപ്രസംഗം ഏറ്റെടുക്കുമ്പോൾ മൊത്തത്തിൽ ഞാൻ തുടക്കത്തിൽ പറയുമ്പോൾ എനിക്ക് ഇന്ന സംഖ്യ കിട്ടണം എന്നൊന്നും അങ്ങനെ തർക്കിച്ച് പറയാനാവില്ല. അപ്പോൾ തരുന്ന സംഖ്യ കൊണ്ട് ഇവരെയെല്ലാം വേണ്ട പോലെ തൃപ്തിപ്പെടുത്താനും കഴിയില്ല. അപ്പോൾ പലപ്പോഴും നല്ല ആർട്ടിസ്റ്റുകളെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഇതൊന്നും വിജയിക്കുകയില്ല. നല്ല ആർട്ടിസ്റ്റുകളെ കൊണ്ടുവരണമെങ്കിൽ അവർക്ക് പൈസയും കൊടുക്കണ്ടേ. അപ്പോൾ നല്ല ആർട്ടിസ്റ്റുകൾക്ക് നല്ല തുക കൊടുക്കണമെങ്കിൽ ഇവർ തരുന്ന പൈസയിലുണ്ടാകുമോ? അപ്പോൾ എൻ്റെ ശമ്പളത്തിൽ നിന്ന് കിട്ടുന്ന പൈസ കൂട്ടി കൊടുക്കേണ്ടി വന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് ഞാൻ കഥാപ്രസംഗത്തിൽ നിന്നും മാറി ഒറ്റയ്ക്ക് പരിപാടി നടത്തുന്ന കവിതാപ്രസംഗം എന്ന പേരിൽ ഒരാളായി മാറി. കവിതാ പ്രാസംഗികൻ. ഞാൻ ഒറ്റക്കല്ലേ വേണ്ടു, വേറൊരാളെ കാത്തിരിക്കേണ്ട സമയമില്ല, കാത്തിരുന്ന സമയം പോക്കേണ്ടതില്ല, റിഹേഴ്സലിനെടുത്ത് സമയം പോക്കേണ്ടതില്ല. ഞാൻ ഒറ്റയ്ക്ക് പോയാൽ നേരിട്ട് പോവാം, നേരിട്ട് പോയി സ്റ്റേജിൽ പോയി പ്രത്യേക സൗകര്യങ്ങളൊന്നും വേണ്ടയില്ല. അതൊക്കെ മറ്റേതാവല്ലോ ഓർക്കസ്ട്രക്കാർക്കൊക്കെ ഇരിക്കാനോ അവർക്ക് സൗകര്യങ്ങളും അതും ഇതൊക്കെ എല്ലാം വേണ്ടി. ഇത് ഞാൻ ഒറ്റയ്ക്കങ്ങ് പോയാൽ മതിയല്ലോ. അപ്പോൾ പോയാൽ ഹാർമോണിസ്റ്റും മറ്റേലും മറിച്ചോലും കൊടുത്തൊക്കെ ഒന്നും വേണ്ടയില്ലല്ലോ. ഞാൻ തന്നെ പോയി അങ്ങ് തുടങ്ങുക. അപ്പോൾ അതിനെന്ത് വേണം? അത് വിജയിക്കണമെങ്കിൽ ഏതെങ്കിലും ഒന്നും പറഞ്ഞാൽ വിജയിക്കുകയില്ല. ഇരിക്കുന്ന മുമ്പിലിരിക്കുന്ന ഓഡിയൻസിനെ തൃപ്തിപ്പെടുത്തണം. ചെറിയ മക്കൾ മുതൽ വയസ്സത്തി മുതൽ വായക്കാരൊക്കെ ധാരാളം നിറഞ്ഞിരിക്കുന്ന ഒരു വേദിയാണെങ്കിൽ എല്ലാവരെയും പിടിച്ചിരുത്താനൊന്നും ആകില്ല. പക്ഷെ അങ്ങനെ വിജയിപ്പിക്കാൻ സാധിക്കണമെങ്കിൽ ചില ഒരുക്കങ്ങൾ അതിന് ആവശ്യമുണ്ട്. അതെന്താ? പെണ്ണുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അവരെ തൃപ്തിപ്പെടുത്തുന്ന ഒരു കഥ വേണം, പാടുന്ന വരികൾക്ക് ഒരു ലാളിത്യം വേണം. വലിയ ഇത് കാര്യമായിട്ട് സംസ്കൃതത്തിലൊക്കെ ഒന്ന് പറഞ്ഞ വരികളൊന്ന് പാടിയ നാട്ടിലെ ഓഡിയൻസിന് മനസ്സിലാവുമോ? അപ്പോൾ ഓഡിയൻസിന് മനസ്സിലാവണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഭാഷാ ശൈലി വേണം. അത് ഞാൻ മുൻകൈയെടുത്ത് പ്രവർത്തിക്കണം. നല്ലൊരു കഥ വേണം, നല്ല വരികൾ വേണം. അപ്പോൾ നല്ല വരികൾ എന്ന് പറഞ്ഞാൽ ലളിതമായ, നാട്ടിലെ സാധാരണക്കാരികൾക്കൊക്കെ മനസ്സിലാവുന്ന ലളിതമായ വരികൾ സെലക്ട് ചെയ്ത് കൊണ്ടുവന്ന് അതിൻ്റെ ഭേദഗതി ചെയ്ത് അങ്ങനെയാണ് ഞാൻ കവിതാപ്രസംഗം എന്ന ഒരു ഇനം വെട്ടിത്തുറന്നത്. ധാരാളം സ്റ്റേജിൽ പോയി കവിതാപ്രസംഗം പരിപാടി അവതരിപ്പിച്ചു. അതിൽ ഭക്തി ഉണ്ടാവാം, പിന്നെ പ്രേമമുണ്ടാകാം, രാഷ്ട്രീയം ഉണ്ടാകാം, സാമൂഹ്യ പ്രശ്നങ്ങളുണ്ടാവാം. അത്തരം കവിതകൾ നോക്കി അവതരിപ്പിക്കുന്ന ഒരു ശീലത്തിലേക്ക് ഞാൻ കടന്നു. EMS പോലെയുള്ള മഹത് വ്യക്തികളായിട്ട് സാർ പരിപാടി ഞാൻ EMSന്റെ സ്റ്റേജിൽ തന്നെ ഞാൻ അപ്പോൾ എന്തായിരുന്നു പാടിയിട്ടുണ്ട്. അന്നത്തെ ആ ഒരു ഓർമ്മ ഞങ്ങളോടൊന്ന് പങ്കുവെക്കൂ. EMSന്റെ സ്റ്റേജിൽ EMS, നായനാർ ഇവരെല്ലാം ഉള്ള സ്റ്റേജിൽ ഞാൻ എത്രയോ രാഷ്ട്രീയ പാട്ടും പാടിയിട്ടുണ്ട്. നോക്കടി പെണ്ണെ സുന്ദരി പെണ്ണാളേ, പൂക്കുല പോലെ പാറിക്കാണിക്കുന്നതിന്ത്യയിലൊന്നാകെ, ഏതാണിക്കൊടി ചൊല്ലടി പെണ്ണാളേ. EMS ഉണ്ടാവും. ഏതാ EMSന്റെ കയ്യിലെ ചെങ്കൊടിപ്പൂമാല, നോക്കടി പെണ്ണെ സുന്ദരി പെണ്ണാളേ, പൂക്കുല പോലെ പാറിക്കളിക്കണതിന്ത്യയിലൊന്നാകെ. അപ്പോൾ എൻ്റെ പിറകിൽ മാനാഞ്ചിറയിൽ EMS ഉണ്ടായിരുന്നു, ആ വേദിയിൽ. അപ്പോൾ ഞാൻ ഈ EMSനെ ചൂണ്ടിക്കൊണ്ടാണ് പാടുന്നത്. നേതാവ് EMSന്റെ കയ്യിലെ ചെങ്കൊടി പൂമാല എന്ന് പാടി അദ്ദേഹത്തിൻ്റെ പാതാരവിന്ദങ്ങളിൽ തൊട്ട് ഒന്ന് നമസ്കരിച്ചു. അതൊക്കെ എൻ്റെ ജീവിതാനുഭവങ്ങളാണ്.
അദ്ദേഹം അതിൽ ചിരിച്ചിട്ടുമുണ്ട്, സന്തോഷിച്ചിട്ടുണ്ട്. അങ്ങനെ സന്ദർഭത്തിനനുസരിച്ചിട്ട് രാഷ്ട്രീയമായിട്ടും രാഷ്ട്രീയപ്പാട്ടും അല്ലാത്തതൊക്കെ നമ്മൾ ധാരാളമായിട്ട് വലിയ സ്റ്റേജുകളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമാണ് അധികവും. അപ്പോൾ രാഷ്ട്രീയമാകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നേതാക്കന്മാർക്ക് പ്രസംഗിക്കാൻ ചുരുക്കിയാൽ മതി. നേതാക്കന്മാർ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് രാഷ്ട്രീയത്തിൽ പറയാം. പക്ഷേ ഒന്നുണ്ട്, രാഷ്ട്രീയത്തിൽ വരുമ്പോൾ പൊതു സ്റ്റേജ് നമുക്ക് കുറയും. രാഷ്ട്രീയ സ്റ്റേജിൽ വരുന്ന ആൾക്ക് പൊതു സ്റ്റേജിൽ രാഷ്ട്രീയം പറഞ്ഞോളല്ലോ എന്നറിയില്ലേ. അപ്പോൾ അതുകൊണ്ട് പൊതു സ്റ്റേജിൽ ക്ഷണിക്കുകയില്ല. പക്ഷേ ക്ഷണിച്ചിട്ടില്ലെങ്കിലും കിട്ടുന്ന സ്റ്റേജുകൾ ഞാൻ രാഷ്ട്രീയവും പറയാറുണ്ട്, പറഞ്ഞിട്ടുമുണ്ട്. സ്ഥലത്തിൻ്റെയും സന്ദർഭത്തൊക്കെ നോക്കിയിട്ട് നമ്മൾ പ്രസംഗം ചുരുക്കുകയും നീട്ടുകയൊക്കെ ചെയ്യും. ഞാൻ ശാസ്ത്രീയമായ പരിജ്ഞാനം ഇല്ല. നിങ്ങൾ ഇപ്പോൾ പാട്ട് പാടണമെങ്കിൽ ഹാർമോണിസ്റ്റോട് ശ്രുതിയൊക്കെ നോക്കി അങ്ങനെയാക്കി ഇങ്ങനെ പാടണ്ടേ അല്ലേ? അങ്ങനെയല്ലേ വരിക? ഞാനതൊന്നും നോക്കാറ് പതിവൊന്നുമില്ല. ഞാനെൻ്റെ സ്വസിദ്ധമായ കഴിവ് ഉപയോഗിച്ച് പാടുകയും പറയുകയും ചെയ്തു പോന്നു. ഇതുവരെ എവിടെയും വലിയൊരു പരാജയങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും എനിക്ക് സ്റ്റേജ് കിട്ടാത്ത കുഴപ്പമില്ല, ഞാൻ പോവാത്ത കുഴപ്പമേ ഉള്ളൂ. അതിൽ വിഷമമുണ്ടോ? അതെനിക്ക് അവതരിപ്പിക്കാൻ പറ്റാത്തതിൽ വിഷമമില്ല. കാരണം എന്താ വെച്ചാൽ ഈ കാലം മാറുമ്പോൾ കോലം മാറും. കോലം മാറുമ്പോൾ ശബ്ദത്തിന് മാറ്റം വരും. മാറ്റം വരുമ്പോൾ പണ്ടത്തെ മാതിരിയുള്ള ശബ്ദം നന്നായിട്ട് പാടാൻ എനിക്ക് കഴിയാതെ വരും. പണ്ടത്തെ മാതിരി അങ്ങനെ സംസാരിക്കാനും സാധിക്കാതെ വരും. ഈ കവിതാപ്രസംഗമാണെങ്കിലും അതിൻ്റെ വികാരപരമായ കാര്യങ്ങളൊക്കെ വികാരപരമായിട്ട് തന്നെ അവതരിപ്പിക്കണ്ടേ. അപ്പോൾ അതൊന്നും സാധിക്കാത്തൊരവസ്ഥയിൽ അങ്ങനെ അതൊന്നും വേണ്ടാന്ന് വെച്ചിട്ടുള്ള ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ആവില്ല ഭയങ്കരം. കാരണം എനിക്ക് സ്റ്റേജ് കിട്ടുക എപ്പോഴെങ്കിലും ആയിരിക്കും. നേതാക്കന്മാരുടെ പ്രസംഗമെല്ലാം കഴിഞ്ഞ് എന്നിട്ടാണ് അപ്പോഴേ പെണ്ണുങ്ങളൊക്കെ വന്ന് അണിനിരക്കുന്ന സന്ദർഭം നേരം വളരെ വൈകിട്ടായിരിക്കും ഉണ്ടാവുക. വൈകിട്ടാകുമ്പോൾ പിന്നെ കുറേ ആളുകൾ എഴുന്നേറ്റ് പോയിട്ടുണ്ടാവും, കുറേ ആളുകൾ ഉറക്കം നോക്കുന്നുണ്ടാവും. ഇതിനൊക്കെ തട്ടി ഉണർത്തി കൊണ്ടുവന്നിട്ട് പരിപാടി നടത്തണമെങ്കിൽ കുറേ പണിയുണ്ട്. അതിന് കുറേ ഒരുക്കങ്ങളും വേണം. അപ്പോൾ എന്നെ പോലത്തെ ആളുകളെ സന്തോഷിപ്പിക്കണമെങ്കിൽ അതിന് പറ്റിയ എന്തെങ്കിലും വേണ്ടേ? വയസ്സന്മാരെ സന്തോഷിപ്പിക്കണമെങ്കിൽ അതിനെ പറ്റിയ എന്തെങ്കിലും വേണ്ടേ? അപ്പോൾ അങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ആളുകളുടെ ഒരു വേദിയാണല്ലോ നമ്മുടെ പ്രസംഗവേദി. അപ്പോൾ അവരെയൊക്കെ തൃപ്തിപ്പെടുത്താൻ പറ്റിയ രീതിയിൽ നമ്മൾ കഥ വേണം, പാട്ട് വേണം, എല്ലാം വേണം, ഉപകഥകൾ വേണം. ഇതൊക്കെ ചേർന്നിട്ടുള്ള ഒരു പരിപാടി എന്നുള്ളതൊക്കെയാണ് ഞാൻ കവിതാ പ്രസംഗം അവതരിപ്പിച്ച് പോരുന്നത്. മാഷിന്റെ ആദ്യത്തെ പ്രോഗ്രാം കാളിയത്ത് അമ്പലത്തിൽ വെച്ച് ആദ്യത്തെ പ്രോഗ്രാം ഞാൻ കഥാപ്രസംഗം നടത്തി. മനസ്സിലല്ലേ? കഥാപ്രസംഗം നടത്തിയപ്പോഴേ അന്ന് ആദ്യമായിട്ട് നടത്തുന്നല്ലേ, അല്പം ഒരു ഉൾഭയം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. പക്ഷേ ഉൾഭയമൊന്നും എനിക്കുണ്ടായിട്ടില്ല. കാരണം ഞാൻ അറിയപ്പെടുന്ന ജനത, അവരുടെ മുമ്പിൽ അറിയപ്പെടുന്ന കഥകൾ, കർഷക തൊഴിലാളികളുടെയും അതുപോലുള്ള അവരുടെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ട കഥകളാണ് ഞാൻ കാളിയത്തമ്പലത്തിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. അല്ലാത്ത മറ്റ് കാര്യങ്ങളൊന്നും പറയാതെ സാധാരണക്കാരൻ്റെയും കർഷക തൊഴിലാളിയുടെയും കാര്യങ്ങൾ പറഞ്ഞ് ആ രീതിയിൽ ഈ കവിതാപ്രസംഗം നടത്തി വരുമ്പോൾ എൻ്റെ വരികൾ എനിക്ക് ഓർമ്മ വരുന്നത്, ഞാൻ പാടിയ വരികൾ. അങ്ങനെ ഞാൻ തന്നെ വരികൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുക ചെയ്യുക. കാരണം ഈ ഓരോ വിഭാഗം ജനങ്ങളായിരിക്കില്ലേ. അപ്പോൾ ആ ജനങ്ങളെ സ്പർശിക്കുന്ന രീതിയിലുള്ള അഭിവാദ്യമായിട്ട് ഞാൻ ആദ്യം പറയുമ്പോൾ, അഭിവാദ്യമേ ഞങ്ങളരുളും യോദ്ധാക്കളേ, സമരാഗ്ന ഭൂമിയിൽ തളരാത ജയ്യരായി പൊരുതുന്ന ജേതാക്കളേ, അഭിവാദ്യമേ. ഇങ്ങനെ അഭിവാദ്യങ്ങൾ പാടിക്കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ കവിതാപ്രസംഗ വേദിയിലേക്കും കഥാപ്രസംഗ വേദിയിലൊക്കെ കടന്ന് വരുന്നത്. ഞാനൊരു കാര്യം ചോദിച്ചോളൂ. മാഷ് രാഷ്ട്രീയ വേദിയും ഒരുപാട് ക്ഷേത്രവേദിയും ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ രാഷ്ട്രീയ വേദിയും ക്ഷേത്രവേദിയും തമ്മിലുള്ളൊരു വ്യത്യാസം? ക്ഷേത്രവേദി അവിടെ മുമ്പിൽ കൂടുന്നത് ഭക്തിയില്ലെങ്കിലും ഭക്തജനങ്ങൾ എന്നാണല്ലോ നമ്മുടെ ധാരണ. അപ്പോൾ ആ ഭക്തിയെ സ്തുതിച്ചുകൊണ്ടും ആ ഭക്തിയെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടുമാണല്ലോ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. ഭക്തിയെ തള്ളിക്കൊണ്ട് പറയാൻ പറ്റുമോ? ദൈവത്തെ കാണാതെ അല്ലെങ്കിൽ ദൈവത്തെ പറ്റി പറയാതെയും ക്ഷേത്രങ്ങളിൽ നമുക്ക് പരിപാടി നടത്താൻ പറ്റുമോ? ഞാനൊരു ദൈവവിശ്വാസിയല്ല.
ഞാനൊരു ദൈവവിശ്വാസി അല്ലാത്തത് കൊണ്ട് അത് ആളുകൾക്കെല്ലാം അറിയുകയും ചെയ്യാം. ഞാനൊരു ദൈവവിശ്വാസിയല്ല. ദൈവവിശ്വാസിയല്ലാത്ത ഞാൻ എങ്ങനെ ദൈവവിശ്വാസം പറയാൻ കഴിയും? പറഞ്ഞാൽ ജനങ്ങൾ എന്ത് ധരിക്കും? അപ്പോൾ ഞാൻ ദൈവവിശ്വാസത്തെ അല്ലാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ കഥകൾ പറയാറില്ല. അതുകൊണ്ട് ഞാൻ സാമൂഹ്യ പ്രശ്നങ്ങൾ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, അതുപോലെ സാംസ്കാരിക പ്രശ്നങ്ങൾ വിലയിരുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ കവിതാപ്രസംഗവും കഥാപ്രസംഗവും ഒക്കെ നടത്തി പോരാറ്. ദൈവവിശ്വാസിയില്ലാത്തതുകൊണ്ട് ദൈവത്തിൻ്റെ കഥകളിലേക്ക് ഞാൻ കടക്കാറുമില്ല. അതാണ് അതിൻ്റെ കാരണം. 1962 ഈ ക്ഷേത്ര പരിസരത്ത് ഉമ്മിണിത്തങ്ക എന്ന കഥാപ്രസംഗത്തിലൂടെ ഇദ്ദേഹം കലാരംഗത്തിലേക്കുള്ള തൻ്റെ വരവറിയിച്ചു. പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ആദ്യമായിട്ട് വരുന്ന ഒരു മണ്ണാണ് ഈ മണ്ണ്. ഈ സ്ഥലത്തിൻ്റെ പേര് കാളിയത്ത് ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധാനം. എൻ്റെ നാട്ടിൽ ഞാൻ കഥാപ്രസംഗം ശീലിച്ചു വരുന്ന കാലഘട്ടങ്ങളിൽ എനിക്ക് സ്റ്റേജ് കിട്ടിയിട്ടില്ല, തന്നിട്ടില്ല സ്വന്തം നാട്ടിൽ. അതെന്താ കാരണം? ഞാൻ കമ്മ്യൂണിസ്റ്റായി പോയി എന്നുള്ളതാണ്. ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് എനിക്ക് സ്വന്തം നാട്ടിൽ സ്റ്റേജ് തന്നില്ല. പല പ്രാവശ്യമായിട്ടും ആവശ്യപ്പെട്ടിട്ടും തന്നില്ല. ആ കാലഘട്ടത്തിൽ എന്നെ സഹർഷം സ്വീകരിച്ച് എൻ്റെ കഥാപ്രസംഗം നടത്തിയ വേദിയാണ് ആ വേദി. മനസ്സിലല്ലേ? ഞാൻ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട്, ഇവിടെ കമ്മ്യൂണിസ്റ്റ് കർഷക തൊഴിലാളി യൂണിയനൊക്കെ സംഘടിത ശക്തി ആയതുകൊണ്ട് എന്നെ ക്ഷണിച്ച് ഇവിടെ കഥാപ്രസംഗം ആദ്യമായിട്ട് നടത്തിച്ച വേദിയാണ് ഈ സന്നിധാനം. പിന്നീട് മാർത്താണ്ഡവർമ്മ, ദുരവസ്ഥ, ചന്ദനക്കട്ടിൽ, പ്രേമശില്പി, റാണി, പള്ളിമഞ്ചം, മുത്തുക്കുടം, പൂമാതെ പൊന്നമ്മ എന്നിങ്ങനെ ഒട്ടനവധി കഥാപ്രസംഗങ്ങൾ വടക്കൻ കേരളം TKG മണിയൂരിൽ നിന്നും നിർവൃതിയോടെ കേട്ടിരുന്നു. 2 ദിശകളിലായിട്ട് സഞ്ചരിച്ചതാണ്. ഇന്നും അങ്ങനെ തന്നെ. രാഷ്ട്രീയമായിട്ട് 2 ദിശകളിലൂടെ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് ഞങ്ങൾ എന്നല്ല, നമ്മൾ അങ്ങനെ വരുമ്പോ അല്ല സാർ, അല്ല ഒന്ന് ഞാനൊന്ന് പറയട്ടെ. ഈ 2 ദേശങ്ങളെ 2 മേഖലകളിലായി നമ്മൾ സഞ്ചരിക്കുമ്പോഴും കലാ, സാംസ്കാരിക, സ്പോർട്സ് രംഗങ്ങളിൽ സജീവമായ പങ്കാളിത്തം, അഭിപ്രായ വ്യത്യാസമില്ലാതെ നമ്മൾ തമ്മിലുണ്ടായിരുന്നു. അതൊരു സത്യമല്ല. അതൊരു സത്യമാണ്. അത് ഞാൻ പറയാൻ പോവുകയാണ്. പക്ഷേ അത് പറഞ്ഞുകൊണ്ട് ഞാൻ ആവർത്തിക്കണ്ടില്ലല്ലോ. മനസ്സിലല്ലേ? ഞങ്ങൾ മൂപ്പര്, ഞാൻ ലേശം കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്ത് പറയാം. മൂപ്പര് രാഷ്ട്രീയമായിട്ട് ഇന്ന് കോൺഗ്രസിൻ്റെ പ്രാദേശിക നേതാവാണ്. മനസ്സിലല്ലേ? ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രാദേശിക പ്രവർത്തകനുമാണ്. പക്ഷേ രാഷ്ട്രീയമായിട്ട് 2 അറ്റത്താണെങ്കിലും ഞങ്ങളുടെ സ്നേഹബന്ധം ഒന്നാണ്. അതാണ് ഞാനിപ്പോൾ സൂചിപ്പിച്ചതാണ്. ഇന്നുവരെ അതിലൊരു കോട്ടവും തട്ടിയിട്ടില്ല. ഇനി തട്ടാതിരിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇനി അത്രയല്ലേ ഇതങ്ങനെ ജീവിതം ബാക്കിയുള്ളൂ. 6 പതിറ്റാണ്ട് കാലത്തെ വ്യക്തിബന്ധമാണ് ഞാനും TKG മണിയൂരും തമ്മിലുണ്ടായിരുന്നു. അതിൽ സാംസ്കാരിക രംഗം, സാഹിത്യരംഗം, കലാരംഗം, സ്പോർട്സ് രംഗം, ഈ 4 സംഭവഗതികളെ ആസ്പദമാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞകാല ചരിത്രങ്ങളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അറിവിൻ്റെ പരിമിതി വെച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യഘട്ടത്തിൽ 60 വർഷങ്ങൾക്ക് മുമ്പ് TKG മണിയൂർ എന്ന് പറയുന്ന TK ഗോപാലൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അത് പിന്നീട് അദ്ദേഹം കലാരംഗത്ത് ശോഭിച്ചു വന്നത് കഥാപ്രസംഗത്തിൽ കൂടെയാണ്. ഈ വടകര താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മാത്രമല്ല, കോഴിക്കോട് ജില്ലയുടെ എല്ലാ പ്രാന്തപ്രദേശങ്ങളിലും പൊതുവേദികളിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിക്കത്തക്ക രീതിയിലുള്ള കഥാപ്രസംഗത്തിന് രൂപം കൊടുത്ത വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ശ്രീ TKG മണിയൂർ. എൻ്റെ അറിവിൽ കഥാപ്രസംഗം അദ്ദേഹം ഉപേക്ഷിക്കുവാനുണ്ടായിരുന്ന കാരണം സാമ്പത്തികമായ നഷ്ടം കൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെ സംബന്ധിച്ച്
എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവുകയില്ല. പ്രേക്ഷകരെ പിടിച്ചിരുത്തത്തക്ക രീതിയിലുള്ള ശബ്ദമാധുര്യം TKG മണിയൂരിന് മാത്രമാണ് ഉള്ളതെന്ന് പറയുവാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഒരു കാലം ഗ്രാമീണ കലാവേദിയിൽ ഒരുപാട് നാടകങ്ങൾ രംഗത്ത് അവതരിപ്പിക്കുവാനുള്ള സന്ദർഭമുണ്ടായിരുന്നു. ഒരു 10-20-22 നാടകങ്ങളിൽ അഭിനയിക്കുവാനുള്ള അഭിരുചിയും അതിനുവേണ്ടിയുള്ള എൻ്റെ മേലുള്ള സമ്മർദ്ദവും ഉണ്ടായിരുന്ന അവസരങ്ങളിലെല്ലാം തന്നെ TKG ആണ് പറഞ്ഞത്, നാടകരംഗത്ത് ശോഭിക്കുവാൻ VM കണ്ണൻ്റെ ശബ്ദത്തോട് മറ്റാർക്കും തന്നെ കിടപിടിക്കുവാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് ഗ്രാമീണ കലാവേദിയുടെ നാടകത്തിൽ പ്രധാന വേഷമിടുവാനും TKGയുടെ ഉത്തേജനം എനിക്ക് പ്രചോദനമായിരുന്നു. TKG ഒരു നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇട്ടിരിക്കുന്ന വേഷം, അദ്ദേഹത്തിന് ഇട്ടിരിക്കുന്ന വേഷമല്ല, കലാസമിതി കൊടുത്തിരിക്കുന്ന വേഷം അദ്ദേഹത്തിൻ്റെ പ്രകൃതത്തെ സംബന്ധിച്ചിടത്തോളം ശാന്തശീലനായതുകൊണ്ട്, എടുത്തു ചാട്ടമില്ലാത്തവനായതുകൊണ്ട് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന വേഷം പള്ളിയിലച്ഛൻ്റെ വേഷമായിരുന്നു. ഞാൻ ഇന്നും ഓർക്കുകയാണ്. പള്ളിയിലച്ഛൻ്റെ വേഷമിട്ട് TKG മണിയൂർ വേദിയിൽ വന്നപ്പോൾ ആർക്കും തന്നെ മനസ്സിലാകാൻ പറ്റാത്ത രീതിയിലുള്ള സംസാരശേഷി അദ്ദേഹത്തിനുണ്ടായി. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോസ് പഠിക്കുക എന്നില്ല, എഴുതി കൊടുക്കുക അല്ലാതെ അത് പഠിക്കുന്ന ഒരു ഏർപ്പാടും TKG മണിയൂരിനുണ്ടായില്ല. പക്ഷേ വേദിയിലെത്തിക്കഴിഞ്ഞാൽ ഒരക്ഷരം പ്രോമിറ്റർ കൊടുത്താൽ അതിൻ്റെ പിന്നാലെ പോയി അതിൻ്റെ സെൻറ്റൻസ് അവസാനിക്കുന്നത് വരെ വളരെ മനോഹരമായി വേദിയിൽ അവതരിപ്പിക്കുവാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് TKG മണിയൂർ. മറ്റൊന്ന് സ്പോർട്സ് രംഗത്ത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം സീറോയാണ്. അദ്ദേഹം ഒരു കളിക്കാരനല്ല, വോളിബോൾ പ്ലെയറല്ല, ഫുട്ബോൾ പ്ലെയറല്ല, അതുപോലുള്ള ഒരു രംഗങ്ങളിലും അദ്ദേഹത്തിന് അഭിരുചി ഉണ്ടായിരുന്നില്ല. എന്നാൽ പോലും ഈ ഗ്രാമപ്രദേശത്തുള്ള ചെറുപ്പക്കാരെ സ്പോർട്സ് രംഗത്തേക്ക് കൊണ്ടുവരുവാനുള്ള ആവേശം TKGയിൽ ഞാൻ കാണുകയുണ്ടായി. ജൂപ്പിറ്റർ സ്പോർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു ക്ലബിന് രൂപം കൊടുക്കുകയും ആ ക്ലബിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഇതിനോട് താല്പര്യമില്ലാത്ത ഒരു വ്യക്തിയായ TKG മണിയൂർ വളരെയധികം പ്രവർത്തിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഈ അവസരത്തിൽ സ്മരിക്കുന്നു. ക്ഷേത്രവേദികളിലാണ് ആരംഭം കുറിച്ചതെങ്കിലും പതിയെ പതിയെ അത് പാർട്ടി വേദികളിലേക്ക് പടർന്ന് പന്തലിച്ചു. അതോടൊപ്പം തന്നെയായിരുന്നു കഥാപ്രസംഗത്തിൽ നിന്നും കവിതാപ്രസംഗത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ഗതിമാറ്റവും. EMS നായനാർ തുടങ്ങിയ നേതാക്കളുടെ സാന്നിധ്യത്തിൽ കവിതാപ്രസംഗം അരങ്ങേറി. EMSൻ്റെ സമരജീവിതത്തെക്കുറിച്ചുള്ള സൂര്യ തേജസ് എന്ന കവിതാപ്രസംഗം സാക്ഷാൽ EMSൻ്റെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് മാഷിൻ്റെ കലാജീവിതത്തിലെ വലിയ ഒരേടാണ്. രാഷ്ട്രീയവും സാമൂഹ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതുമായ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്ന കവിതാപ്രസംഗങ്ങൾ കൊണ്ട് തൻ്റെ വേദികൾ മണിയൂർ മാഷ് സമ്പന്നമാക്കി. തൻ്റെ ഉള്ളിലെ രാഷ്ട്രീയ വിപ്ലവ വീര്യങ്ങളുടെ ആശയവിനിമയത്തിന് അദ്ദേഹം കവിതാപ്രസംഗത്തെ ആയുധമാക്കി. പലപ്പോഴും വളരെ വൈകി മാത്രമാണ് TKG വീട്ടിലെത്താറുള്ളൂ. തൻ്റെ കലാസബരിയിൽ എന്നും തിരക്കിലായിരുന്നു TKG. ഇനി ആ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ സഹധർമ്മിണി ഓർത്തെടുക്കട്ടെ. ഞാനന്നേരം 9ാം ക്ലാസ് പഠിക്കുക. വെക്കേഷനാണ് കല്യാണം കഴിഞ്ഞ്. അന്നേരം പിന്നെ SLC കല്യാണം കഴിഞ്ഞതിന് ശേഷം പോയ ഒരു കൊല്ലം സ്കൂള്. എന്നിട്ട് പാസ്സായി. പിന്നെ തുടർന്ന് പഠിക്കാൻ സാധിച്ചില്ല. അപ്പോഴത്തെ മൂത്ത മോളെ ഗർഭായി. പിന്നെ അങ്ങനെ പഠിപ്പ് 4 കൊല്ലം കഴിഞ്ഞാൽ രണ്ടാമത്തെ മകനും ഉണ്ടായി. അത് കഴിഞ്ഞ് 3 കൊല്ലം കഴിഞ്ഞാൽ മൂന്നാമത്തെ മകൻ. പ്രസവം വേഗം കഴിഞ്ഞ്
ഇവർ 22 വയസ്സാകുമ്പോഴേക്ക് ഞാൻ സ്വന്തമായിട്ട് വീടെടുത്ത് ഞങ്ങൾ താമസം മാറ്റിയേക്ക്. എല്ലാം സ്പീഡാണ്. അങ്ങനെ അപ്പോൾ പിന്നെ കുട്ടികൾ അന്നേരം ലെവലിക്ക് തീരെ സമയമില്ല, എപ്പോഴും തിരക്കാ. രാഷ്ട്രീയ പ്രവർത്തനം വേറെ, സാംസ്കാരിക രംഗത്തിലുള്ള പ്രവർത്തനം വേറെ, എല്ലാ കാര്യത്തിലും ഇടപെടും. മണിയൂരിൻ്റെ സ്പന്ദനായിട്ട് നിന്നതാ. അങ്ങനെ കൂട്ടത്തിലെ കുട്ടികളെ പഠിപ്പും എല്ലാം അങ്ങനെ കഴിഞ്ഞ് അങ്ങനെ വളർന്ന് ഇതായി വന്ന് പിന്നെ എല്ലാവരും ഓരോരോ പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോയി. ഒരാൾ TTC കഴിഞ്ഞ്, മൂത്ത മോള് സ്കൂൾ ടീച്ചറാണ്, മണിയൂർ സ്കൂളിലെ HM ഇപ്പോൾ. രണ്ടാമത്തെ മകന് PWD എൻജിനീയർ, എൻട്രൻസ് എഴുതിയിട്ട് മറ്റേ പാലക്കാട് NSS കോളേജിൽ നിന്ന് എൻജിനീയറിംഗ് കഴിഞ്ഞ്. മൂന്നാമത്തെ ആൾ സേലത്ത് IIHT എന്ന് പറഞ്ഞൊരു ഡിഗ്രി അത് കോഴ്സ് കഴിഞ്ഞ് അതിൻ്റെ PGയും കഴിഞ്ഞ് അവനിപ്പോൾ സ്വന്തമായിട്ട് ബിസിനസ് നടത്തുക. അതിൻ്റെ അങ്ങനെയൊക്കെയാണ് മക്കളെ കാര്യങ്ങൾ. പിന്നെ എല്ലാ കാര്യത്തിനും എല്ലാ സമയത്തും എല്ലാ വർഷം മുഴുവനും സ്കൂളും പരിപാടിയും പാർട്ടിയും ആയിട്ട് ഇങ്ങനെ കഴിഞ്ഞതാണ്. ഇവർ വീട്ടിലേക്ക് അങ്ങനെ കൃത്യസമയത്തൊന്നും എത്തലും ഒന്നുമില്ല. അത് എല്ലാം മക്കളെ വിദ്യാഭ്യാസത്തിനെല്ലാം എല്ലാ കാര്യവും നല്ല സൂക്ഷ്മമായിട്ട് ട്യൂഷൻ പണി അത് ചെയ്യും, അങ്ങനെയൊക്കെ എല്ലാം ചെയ്ത് അങ്ങനെ അതായതാണ്. കവിതാപ്രസംഗം എന്ന ഒറ്റക്കലാരൂപത്തിൽ ഒതുങ്ങുന്നതല്ല TKGയുടെ കലാജീവിതം. 5ഓളം നാടകങ്ങളുടെ രചയിതാവ് കൂടിയാണ് TKG. അച്ചടി മഷി പുരളാതെ പോയ ആ കൃതികൾ ഒരുപക്ഷെ മലയാള സാഹിത്യത്തിന് ഒരു മുതൽക്കൂട്ടായേനെ. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അതിലൊരു ദുഃഖവും അദ്ദേഹത്തിനില്ല. കാരണം എഴുത്തുകാരൻ എന്നറിയപ്പെടുന്നതിനേക്കാൾ സഖാവ് എന്നറിയപ്പെടാനാണ് TKG എന്നും ആഗ്രഹിച്ചത്. TKG മണിയൂർ എൻ്റെ അക്ഷരഗുരുവും അതുപോലെ തന്നെ രാഷ്ട്രീയ ഗുരുവും കലാരംഗത്തെ ഗുരുവുമാണ്. എന്നെ 1-ാം ക്ലാസ്സിൽ നിന്ന് അക്ഷരം പഠിപ്പിക്കാൻ തുടങ്ങി. 2-ാം ക്ലാസ്സിലെത്തുമ്പോൾ എനിക്ക് ആ സ്കൂളിലെ ഒരു ഓട്ടപാത്രം തന്ന് നാടകത്തിൽ അഭിനയിക്കാൻ എന്നെ പ്രേരിപ്പിച്ചു. എൻ്റെ 7-ാം വയസ്സ് മുതൽ ഞാൻ നാടകത്തിൽ അഭിനയിക്കുന്നു. അതുപോലെ തന്നെ ബാലസംഘത്തിലേക്ക് കൊണ്ടുവരുന്നതും TKG ആണ്. ബാലസംഘത്തിലൂടെയാണ് ഞങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് കാൽവെക്കുന്നത്. മണിയൂരിൻ്റെ ഇന്നത്തെ പുരോഗമനപരമായ ഒരവസ്ഥക്ക് ചുക്കാൻ പിടിച്ചത് TKG എന്ന 3 അക്ഷരത്തിൽ ഒതുങ്ങിയ TK ഗോപാൽ മാസ്റ്ററാണ്. മണിയൂരിൻ്റെ ചരിത്രത്തിൽ സ്വർണ്ണലിപികളാൽ ആലേഖനം ചെയ്യേണ്ട ഒരു വ്യക്തിത്വമാണ് TKG മണിയൂർ. കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് ഇന്നും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തിത്വം. എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് സമാധാനത്തിൻ്റെതായ പാത പിന്തുടരുന്ന ഒരു മാന്യദേഹമാണ് TKG മണിയൂർ. അതിലേറെ മലബാറിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരവിഭാജ്യ ഘടകമാണ് TKG മണിയൂർ. അവരെ രാഷ്ട്രീയമായി ഉത്ബോധിപ്പിക്കുന്നതിൽ കവിതാപ്രസംഗം എന്ന പുതിയ മാനം നൽകി മലബാറിലെ തന്നെ എല്ലാ ഗ്രാമങ്ങളിലും പോയി അവരെ രാഷ്ട്രീയമായി ഉത്ബോധിപ്പിക്കാൻ നല്ല കഴിവുള്ള ഒരു സഖാവ് കൂടിയാണ് TKG മണിയൂർ. എൻ്റെ ഓർമ്മ പാലക്കാട് നടന്ന CPMൻ്റെ സമ്മേളനത്തിൽ ഇന്ത്യയിലെ വിപ്ലവാചാര്യനായ 10,000-കണക്കിന് ആളുകൾ കൂടിച്ചേർന്ന ആ മൈതാനത്ത് ഇന്ത്യയിലെ വിപ്ലവാചാര്യനായ സഖാവ് EMS കടന്നു വരുമ്പോൾ ആ വലിയ സ്റ്റേജിൽ നിന്നുകൊണ്ട് TKG മണിയൂരിൻ്റെ ഒരു ഗാനമുണ്ട്. EMSൻ്റെ കയ്യിലെ ചെങ്കൊടി പൂമാല എന്ന് പറയുന്നൊരു ഗാനം. ആ ഗാനം ആസ്വദിച്ച് ആ ഗ്രൗണ്ടിൽ തിങ്ങിക്കൂടിയ 10,000-കണക്കിന് ആളുകൾ നിർത്താതെ ഹർഷാരവും മുഴക്കിയ ഒരു രംഗം വളരെ അഭിമാനപൂർവ്വം ഞാൻ ഓർക്കുകയാണ്. വിപ്ലവാചാര്യനായ EMS ആ സമയത്ത് TKGയെ കൗതുകത്തോടെ നോക്കി നിന്നതും ഞങ്ങളിലൊക്കെ തന്നെ ആവേശമുണ്ടാക്കിയിട്ടുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വലിയ നേതൃസ്ഥാനത്തൊന്നും എത്തിയില്ല എങ്കിലും പ്രത്യേകിച്ച് മലബാറിലെ ജനങ്ങളുടെ മനസ്സിൽ TKG എന്ന വിപ്ലവകാരി അദ്ദേഹത്തിൻ്റെ കലാപ്രവർത്തനങ്ങൾ എന്നും നിലനിൽക്കുന്നതാണ്. ഈ ലൈബ്രറിയുടെ കാര്യത്തിലും
ഈ ലൈബ്രറിയുടെ തുടക്കം ഒരു തക്കാളി പെട്ടിയിൽ ചെതലരിച്ച പുസ്തകവുമായി തുടങ്ങിയതാണ്. അതിന്ന് 30,000-ലധികം പുസ്തകങ്ങളുള്ള ഒരു വലിയ പ്രസ്ഥാനമാക്കി മാറ്റാൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഒപ്പം ഇന്ന് മണിയൂരിലെ അല്ലെങ്കിൽ ജില്ലയിലെ തന്നെ ഏറ്റവും വിദ്യാഭ്യാസമുള്ളവർ ഈ മണിയൂരിലാണെന്നാണ് പറയുന്നത്. അതിന് നിദാനം ഈ ലൈബ്രറിയാണ്. അതിന് തുടക്കം കുറിച്ചതും TKG മണിയൂർ തന്നെയാണ്. ഒപ്പം ഈ പ്രദേശം, മണിയൂർ എന്ന പ്രദേശം ഒരു കുലത്തൊഴിൽ ഏർപ്പെട്ട പ്രദേശമാണ്, നെയ്ത്തു പ്രദേശമാണ്. ഇന്ന് ആ നെയ്ത്ത് ഗ്രാമങ്ങൾ വളരെ ശോചനീയാവസ്ഥയിൽ ആയിപ്പോയെങ്കിലും ആ കാലത്ത് ഈ പ്രദേശത്തെ നൂറുകണക്കിന് ആളുകൾക്ക് തൊഴിൽ ലഭ്യമാക്കുവാൻ വേണ്ടി മണിയൂർ കൈത്തറി നെയ്ത്ത് സഹകരണ സംഘം എന്ന പേരിൽ ഒരു സഹകരണ സംഘം സ്ഥാപിച്ച് മുഴുവൻ ആളുകൾക്കും തൊഴിൽ കൊടുക്കാനുള്ള അവസരമുണ്ടാക്കിയതിൽ പ്രമുഖനായിരുന്നു TKG മണിയൂർ. 1938 രൂപീകരിച്ച സംഘം ഇന്നും നന്നായി പോകുന്നു എന്നാണ്. അതിനും TKGക്ക് നന്നായി അഭിമാനിക്കാൻ കഴിയുന്നതാണ്. TKG മണിയൂരിൻ്റെ പ്രസംഗം ഉണ്ട് എന്ന് കേട്ടാൽ ജനങ്ങൾ ഒഴുകിയെത്തുന്നൊരവസ്ഥ. നമുക്കറിയാം, കഥാപ്രസംഗ രംഗത്ത് സാംബശിവനൊക്കെ തന്നെ നിറഞ്ഞു നിന്ന കാലത്തും TKGയുടെ കവിതാപ്രസംഗം എന്ന ഒരു വേറിട്ട ഒരു കല ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ മാപ്പിള രാമായണം അവതരിപ്പിച്ച് ജനങ്ങളുടെ പ്രശംസ പറ്റിയത് TKG ആയിരുന്നു. അപ്പം എനിക്ക് ഒരു വിമർശനം TKGയോടുള്ളത്, അദ്ദേഹം നിമിഷ കവി കൂടിയാണ്. ഒരു വിഷയം, ആനുകാലികമായ ഒരു വിഷയത്തെ നമ്മൾ പറഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ നിന്ന നിൽപ്പിൽ തന്നെ കവിതയിലൂടെ കഥയിലൂടെ ഒക്കെ തന്നെ എഴുതി തരുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്നും തന്നെ ഒരു എഴുതി വച്ചില്ല എന്നുള്ളതാണ്. ഒരു സ്ഥലത്തും അദ്ദേഹം എഴുതി വച്ചില്ല. അതുകൊണ്ട് തന്നെ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങളിടയിൽ ഒരു വലിയ സാഹിത്യകാരനായി, അല്ലെങ്കിൽ കേരളത്തിലെ മറ്റ് ജില്ലകളിൽ വലിയ സാഹിത്യകാരനായി അദ്ദേഹം മാറിയില്ല എന്നതാണ്. അത്തരം ഒരു പ്രസിദ്ധീകരണത്തിൽ മുൻകൈയെടുക്കാൻ ഞങ്ങളെപ്പോലുള്ള ഈ കാലഘട്ടത്തെ തലമുറക്ക് കഴിഞ്ഞില്ല, ഞങ്ങൾ വേണ്ടത്ര ശ്രദ്ധിച്ചില്ല എന്നതിൽ ഞങ്ങൾക്ക് സ്വയം വിമർശനപരമായി ഞങ്ങൾ കാണുന്നു. ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്ന യുവജന സംഘടന പിറവിയെടുത്ത വേളയിൽ TKGയുടെ തൂലികയിൽ നിന്നും പിറന്ന സിംഹനാദം എന്ന നാടകം DYFIക്ക് സഖാവിൻ്റെ പിറന്നാൾ സമ്മാനമായിരുന്നു. 1937 മണിയൂരിൽ ജനിച്ച TKG തൻ്റെ 22-ാം വയസ്സിൽ ഈ വിദ്യാലയത്തിൽ അധ്യാപകനായി തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. 1992 ഇദ്ദേഹം വിരമിച്ചെങ്കിലും മണിയൂർ LP സ്കൂളിലെ മാനേജർ പദവി 84-ാം വയസ്സിലും ഈ കരങ്ങളിൽ ഭദ്രമാണ്. തൻ്റെ 28-ാം വയസ്സിൽ ജീവിതസഖിയായും കരുത്തായും ഒപ്പമെത്തിയ കാർത്യായനിയുമായുള്ള സന്തുഷ്ട ദാമ്പത്യം 56-ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്നു. മണിയൂരിൻ്റെ അക്ഷരദീപമായ ജനതാ ലൈബ്രറിയുടെ സ്ഥാപകാംഗമായിരുന്നു TKG മണിയൂർ. ജനതാ ലൈബ്രറി മണിയൂരിനെ സംബന്ധിച്ചിടത്തോളം 1961 ഔദ്യോഗികമായിട്ട് ജനതാ ലൈബ്രറി പ്രവർത്തനം ആരംഭിക്കുന്നത്. 1959 തന്നെ ലൈബ്രറിയുടെ പ്രവർത്തനം മണിയൂർ തെരുവിൽ പുലപ്പാടി ചന്തുമാഷുടെ സ്വകാര്യ ശേഖരത്തിലുള്ള പുസ്തകങ്ങളുമായിട്ട് തുടങ്ങിയിരുന്നു. അതിനുശേഷം 1961 ഒരു കമ്മിറ്റി ഉണ്ടാവുകയും ആ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ ഈ ലൈബ്രറിയുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നേടിയെടുക്കുകയുണ്ടായി. അതിനുശേഷം ഇങ്ങോട്ട് ഞാനൊക്കെ ലൈബ്രറിയുടെ സെക്രട്ടറി അടുത്ത കാലത്താണ് സെക്രട്ടറി ആകുന്നത്. അതുവരെയുള്ള കാലഘട്ടത്തിൽ TKG മണിയൂർ, TK കണ്ണൻ മാസ്റ്റർ, അതുപോലെ തന്നെ കണ്ണൻ മാസ്റ്റർ, അങ്ങനെയുള്ള മണിയൂരുള്ള അക്കാലത്ത് വിദ്യാഭ്യാസം നേടിയ മുഴുവൻ ആളുകളും ലൈബ്രറിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരുപാട് പുസ്തക ശേഖരങ്ങൾ ഈ ലൈബ്രറിയിൽ അന്നും ഉണ്ട്. ഈ പുസ്തകങ്ങൾ വായിച്ചിട്ടും അതുപോലെ തന്നെ പഠനം നിർത്തിയ ആളുകളൊക്കെ തന്നെ ഈ ലൈബ്രറിയിൽ ആശ്രയിച്ചാണ് പിന്നീട് പഠനം പൂർത്തിയാക്കി ഇന്ന് സംസ്ഥാനത്തിൻ്റെ എല്ലാ മേഖലകളിലുമുള്ള വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നു. പണ്ട് മണിയൂരിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കൈത്തറി മേഖലയാണ്. അങ്ങേറ്റം ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു സമൂഹമായിരുന്നു മണിയൂർ.
ആ ദാരിദ്ര്യത്തിൻ്റെ ഭാഗമായിട്ട് പലരും പഠനം നിർത്തിപ്പോയ സമയത്ത് അവർക്കൊക്കെ പഠനം തുടരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം ജനതാ ലൈബ്രറി മണിയൂരായിരുന്നു. ഈ ലൈബ്രറിയുടെ പ്രവർത്തനങ്ങളിൽ TKG മണിയൂർ എല്ലാ കാലത്തും തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. TKG മണിയൂർ അന്ന് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കവിതാ പ്രസംഗം, അതുപോലെ തന്നെ കഥാപ്രസംഗം, അതുപോലെ തന്നെ ലൈബ്രറി നടത്തുന്ന എല്ലാ പരിപാടികളിലും TKG മണിയൂരിൻ്റെ ശ്രദ്ധ നമുക്ക് കാണാൻ കഴിയും. എനിക്ക് ഓർമ്മയുണ്ട്, 20ാം വാർഷികമായിരുന്നു മണിയൂരിനെ സംബന്ധിച്ചിടത്തോളം ജനതാ ലൈബ്രറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം. കേരളത്തിൽ അറിയപ്പെടുന്ന എല്ലാ സാഹിത്യകാരന്മാരും വന്നു ചേർന്ന വളരെ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു മഹാസമ്മേളനമായിരുന്നു 20ാം വാർഷികം. ആ 20ാം വാർഷികത്തെ പ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുത്ത ആളായിരുന്നു TKG മണിയൂർ. TKGയുടെ യുവത്വത്തെ ഓർത്തെടുക്കാനാണ് എനിക്ക് ഇഷ്ടം. കാരണം ഏതൊരു മനുഷ്യൻ്റെയും ഏറ്റവും ചലനാത്മകവും ഏറ്റവും ദീപ്തവും സുന്ദരവുമായിട്ടുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആ മനുഷ്യൻ്റെ യുവത്വമാണ്. എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ TKGയുടെ യുവത്വം എൻ്റെ കുട്ടിക്കാലം കൂടിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ബന്ധുവാണ്, മരുമകനാണ്. അതോടൊപ്പം അദ്ദേഹം എൻ്റെ അധ്യാപകൻ കൂടിയാണ് ചെറുപ്പത്തിലുള്ള. അതുകൊണ്ട് തന്നെ എൻ്റെ കുട്ടിക്കാലത്തെ വളരെ സമർത്ഥമായി പ്രയോജനപ്പെടുത്താൻ, അതിനെ വളർത്തിയെടുക്കാൻ വളരെ കൃത്യമായി എൻ്റെ ഉള്ളിലെ സർഗാത്മകതയെ രൂപപ്പെടുത്തിയെടുക്കുന്നതിൽ TKG എന്ന ഗുരുനാഥൻ വലിയ പങ്കുവഹിച്ചിട്ടുണ്ട്. എന്നിൽ കഥ പറയാനും പാട്ടുപാടാനുമുള്ള എൻ്റേതായിട്ടുള്ള കഴിവിനെ കണ്ടെത്തുകയും വികസിപ്പിക്കുകയും ചെയ്യാൻ അദ്ദേഹം വളരെയധികം ശ്രമിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ പിന്നീടുള്ള എൻ്റെ ജീവിതത്തെ ഏറ്റവും മനോഹരമാക്കി തീർത്തത്, അതിൽ വളരെ പ്രധാനപ്പെട്ടതായി ഞാൻ ഓർത്തെടുക്കുന്ന ഒരു ഭാഗം ഇതുതന്നെയാണ്. കലാസാംസ്കാരിക രംഗത്തുള്ള TKG ഉൾപ്പെടെ, TKG മാത്രമല്ല, മണിയൂരിൽ TKG, കണ്ണമ്മാഷ്, അതുപോലെ തന്നെ ഗംഗാധരൻ നമ്പ്യാർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് യുവാക്കൾ, അവരെ സംബന്ധിച്ച് അവർ ഉറങ്ങിയിട്ടുണ്ടോ എന്ന് തന്നെ ഞാൻ സംശയിക്കുകയാണ്. പാതിരാവരെ നാടക പ്രവർത്തനങ്ങളും ചർച്ചകളും, ഒരുപാട് നാടകങ്ങൾ അവരുടേതായ കൂട്ടായ്മയിലൂടെ നമ്മുടെ പ്രദേശത്ത് രൂപപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ നാടക സ്ക്രിപ്റ്റ് എഴുത്തിലായാലും, അതുപോലെ തന്നെ അതിൻ്റെ സംവിധാനം, അതിനുവേണ്ടി പാട്ടെഴുതുക, ഇങ്ങനെ ഓരോ നിമിഷവും വളരെ വളരെ സർഗാത്മകമായി, മനോഹരമായി, നാടിൻ്റെ വെളിച്ചമായി, ഉണർവായി ഇവരുടെയൊക്കെ കൂട്ടായ്മ മാറുന്ന കാഴ്ചയാണ് കുട്ടിക്കാലം മുതൽ ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ ഞങ്ങളുടെ ഒരു റോൾ മോഡലായിരുന്നു ആ കാലത്ത്. നാടക പ്രവർത്തനവും കലാസാംസ്കാരിക പ്രവർത്തനവും അതോടൊപ്പം ലൈബ്രറി പ്രവർത്തനം, അവരുണ്ടാക്കി വെച്ചിട്ടുള്ള ലൈബ്രറിയിൽ ഇരുന്നു കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടം എന്ന് പറയുന്നത് വായനയിലേക്കും പുസ്തകങ്ങളിലേക്കും നമ്മുടെ മണിയൂരിൻ്റെ ശ്രദ്ധ ഉണ്ടാക്കിക്കൊണ്ടുവരുന്നതിൽ വലിയ പ്രയത്നം നടത്തിയിട്ടുള്ള, എല്ലാ അർത്ഥത്തിലും കാഴ്ചവെച്ചിട്ടുള്ള യുവാക്കളായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം ഇവർ. അതുകൊണ്ട് തന്നെ ഇവരുടെ ഒരു പ്രവർത്തനം ആണ് എന്നെപ്പോലുള്ള അതിൻ്റെ അടുത്ത തലമുറയിൽപ്പെട്ട ആളുകളെ രൂപപ്പെടുത്തുന്നതിൽ, ഞങ്ങളുടെ യുവത്വം എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ ഞങ്ങളെ വലിയ അളവിൽ സഹായിച്ചിട്ടുള്ളൊരു കാര്യം ഇതാണ്. TKGയെ സംബന്ധിച്ച് പറയുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരുപക്ഷെ മലയാളത്തിന്, മലയാള സാഹിത്യത്തിന്, മലയാള കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കയ്യൊപ്പ് എന്ന് പറയാവുന്നത് കവിതാപ്രസംഗമാണ്. കഥാപ്രസംഗത്തിലേക്ക് വരികയും കഥാപ്രസംഗം അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ പിന്നീട് മൂപ്പരുടേതായിട്ടുള്ള രൂപത്തിലുള്ളൊരു കവിതാപ്രസംഗത്തിലേക്ക് വളരുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ കവിതാപ്രസംഗം വളരെ സമർത്ഥമായി ആ കാലഘട്ടത്തിന് യോജിച്ച വിധത്തിൽ, കാലഘട്ടം ആഗ്രഹിക്കുന്ന തരത്തിൽ മലയാളത്തിലെ
ഒരുപാട് സർഗാത്മക രചനകളെ, സാഹിത്യ രൂപങ്ങളെ നാട്ടുകാർക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന തരത്തിലേക്ക് വളരെ ലളിതമായും അതിൽ പാട്ടുകളും കഥകളും സന്നിവേശിപ്പിച്ചുകൊണ്ട് ഏറ്റവും മനോഹരമാക്കി നമ്മുടെ സമൂഹത്തിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് തന്നെയാണ്. പിന്നീട് ഞാൻ വളർന്ന് എൻ്റേതായിട്ടുള്ള യുവത്വത്തിലേക്ക് വരുമ്പോൾ ഞാനും ഏതാണ്ട് ആ രൂപത്തിലേക്ക് സമൂഹത്തിൽ ഇടപെട്ട് തുടങ്ങിയപ്പോൾ, ഞാൻ മറ്റൊരു മേഖലയിലാണ്, ശാസ്ത്ര സാഹിത്യ പരിഷത്ത് അങ്ങനെയുള്ള ഒരു മേഖലയിലാണെങ്കിൽ പോലും അത്തരം പ്രവർത്തനങ്ങളുമായിട്ട് കോഴിക്കോട്, കണ്ണൂർ ജില്ലകളുടെ കിഴക്കൻ മലയോര പ്രദേശങ്ങളിലൊക്കെ പോകുമ്പോൾ, പല പല ഗ്രാമങ്ങളിലേക്ക് പല പ്രവർത്തനങ്ങളുമായിട്ട് ഞാൻ പോകുമ്പോൾ, മണിയൂർ എന്ന് കേൾക്കുമ്പോൾ അവിടുത്തെ ആളുകൾ വളരെ സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും സ്നേഹത്തോടെയും എന്നെ കണ്ടിരുന്നു. അതിൽ പ്രത്യേകിച്ചും ഈ TKGയുടെ നാട്, TKGയുടെ മരുമകൻ എന്നൊക്കെയുള്ള അർത്ഥത്തിലുള്ള ഒരു സ്നേഹവും ഒരു ബഹുമാനവും ഒരു സന്തോഷവും എനിക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഗുരുനാഥനാണ്, എൻ്റെ ബന്ധുവാണ്. അതിലപ്പുറത്ത് എനിക്ക് എൻ്റെ യുവത്വം, എനിക്ക് ഈ നാടിനു വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും, എൻ്റെ ഉള്ളിലെ സർഗാത്മകമായിട്ടുള്ള കഴിവുകൾ എങ്ങനെ നാടിന് പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്നുള്ളതിൽ എന്നെ ചിന്തിപ്പിക്കുന്നതിലും പ്രവർത്തിപ്പിക്കുന്നതിലും ഏറെ സഹായിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് TKG മണിയൂർ. TKG ഇപ്പോൾ വിശ്രമ ജീവിതത്തിലാണ്. കലാരാഷ്ട്രീയ സാമൂഹിക പ്രവർത്തനങ്ങളും കൃഷിയും പെൻഷനേഴ്സ് സംഘടനയുടെ സജീവ പ്രവർത്തനങ്ങളുമൊക്കെയായി മക്കളും പേരമക്കളുമൊത്ത് വിശ്രമ ജീവിതം ആഘോഷമാക്കുകയാണ് സഖാവ് TKG. വരുമോ ചാലേ നിന്നച്ചൻ നിറുകിൽ തൊട്ടു തലോടി കഥകൾ പാടിയൊടക്കാൻ വരുമോ ചാലേ നിന്നച്ചൻ. മുക്കുവനെ നീ എനിക്ക് നൽകുമോ, നീറിപ്പിടഞ്ഞു അമ്മ ജീവിതം, മണ്ണിലൂരി തെറിച്ച കണ്ണി പോലെയാ. നനഞ്ഞു കുതിർന്ന മണലിൽ കൂടി നമ്മൾ നടന്നു പോകുമ്പോൾ പടിഞ്ഞാറോട്ട് നോക്കി നീലവിശാലമായ കടൽ. ഞാൻ TKG മണിയൂറിൻ്റെ മൂത്ത മകളാണ്. പേര് ലൂസി. ഞാൻ മണിയൂർ UP സ്കൂളിൽ അച്ഛമ്മായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് അശോകൻ, TKGയുടെ മരുമകൻ കൂടിയാണ്. പിന്നെ വടകര കോർട്ടിൽ നിന്ന് റിട്ടയർ ചെയ്തു. പിന്നെ എനിക്ക് 3 മക്കളാണ്, 3 പെൺകുട്ടികളാണ്. മൂത്ത മോള് ഹിമ, ഒരു ബാംഗ്ലൂർ സെറ്റിലാണ്. രണ്ടാമത്തെ മകള് ഹരിത, അവള് കരുവഞ്ചേരി UP സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു. മൂന്നാമത്തെ മകള് ഹൃദ്യ, അവള് BDS ഇപ്പോൾ കോട്ടയത്ത് പഠിച്ചുകൊണ്ടിരിക്കുക. TKGയെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ അമ്മാവൻ കൂടിയാണെങ്കിലും നല്ലൊരു സൗഹൃദം, എല്ലാ മണിയൂരിലുള്ള എല്ലാ ജനങ്ങളും വളരെ സൗഹൃദമായി പെരുമാറുന്നതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു വ്യക്തിത്വമാണ്. എത്ര രാഷ്ട്രീയ വിരോധം ഉണ്ടെങ്കിലും TKGയുടെ പ്രസംഗം കേൾക്കാൻ എല്ലാ ആൾക്കാരും വരും. കാരണം എന്തെങ്കിലും ഫലിതങ്ങളുണ്ടാവും, കേട്ട് രസിക്കാൻ 3-4 മണിക്കൂർ. ഞാനടക്കം ഇപ്പോഴും പോയായിരുന്നാലും 4 മണിക്കൂർ കഴിഞ്ഞാൽ ഞാൻ തീർന്നു പോയല്ലോ എന്നുള്ളൊരു കണ്ടീഷനിലുള്ള സംസാരമായിരിക്കും മൂപ്പർ. അപ്പോൾ എന്തും പറഞ്ഞ് ജനങ്ങളെ ഫലിപ്പിക്കാനും അത് ആസ്വദിക്കാനുള്ള നല്ലൊരു കഴിവുള്ളൊരു വ്യക്തിത്വമാണ് മൂപ്പറെന്ന് ഞങ്ങൾക്ക് എന്നൊരു അഭിമാനമായിരുന്നു. എന്ത് പ്രശ്നങ്ങൾക്ക് മുന്നിട്ട് ജനങ്ങളായിട്ട് സംസാരിക്കാനൊക്കെ ഒരു സാന്നിധ്യത്തിൻ്റെ കുഴപ്പം അനുഭവപ്പെടുന്നുണ്ട്. TKG അങ്ങനെയുള്ള സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ട് പ്രായത്തിൻ്റെ ഒരു ആധിക്യം കൊണ്ട് ഇങ്ങനെ പിന്നോട്ട് പോകുന്നവരെ ഞങ്ങൾക്ക് മാനസികമായിട്ട് വലിയൊരു പ്രയാസമുണ്ട്. കാരണം എന്തിനൊരു ധൈര്യമുള്ളൊരു വ്യക്തിത്വമായിരുന്നു, ആരും അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വം. പിന്നെ എല്ലാ ജനങ്ങളുമായൊരു സൗഹൃദവും നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് എല്ലാവരും ഒരേ സമയം പറയുന്നൊരു നല്ലൊരു മനുഷ്യ സ്നേഹിയാണ്. എൻ്റെ പേര് വിനീത് കുമാർ. ഞാനിപ്പോൾ കോഴിക്കോട് PWD റോഡ്സിൻ്റെ സബ് ഡിവിഷനിൽ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ്. എൻ്റെ വൈഫ് സംഗീത, ഇവള് ബേസിക്കലി വയനാട്ടുകാരിയാണ്. എൻ്റെ അമ്മയുടെ ബ്രദറിൻ്റെ മകൾ തന്നെയാണ്. പിന്നെ 2 മക്കളാണ്. ഒരാൾ അങ്കിത് എസ് വിനീത്ത്, പുള്ളിക്കാരൻ ഈ കഴിഞ്ഞ തവണത്തെ നീറ്റിൽ മെറിറ്റിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ട്രിവാൻഡ്രത്ത് ഫസ്റ്റ് ഇയർ MBBS പഠിക്കുന്നത്. ഇത് അദ്വിക ഇപ്പോൾ 8th സ്റ്റാൻഡേർഡിൽ വടകര റാണി സ്കൂളിൽ പഠിക്കുകയാണ്. നമ്മൾ സ്കൂൾ ഡേയ്സിൽ അച്ഛൻ സാധാരണഗതിയിൽ പരിപാടിയായിട്ട് ബന്ധപ്പെട്ട് പോകും, ഞങ്ങൾ ആണ് രാത്രി വീട്ടിലുണ്ടാവുള്ളൂ. ആ സമയത്ത്
ഞങ്ങൾ മിക്കവാറും ദിവസങ്ങളിൽ കാണാറില്ല എന്നുള്ളതാണ്. രാത്രി കാലങ്ങളിൽ കാണാറില്ല. ഞങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചിലപ്പം അച്ഛൻ ഉറങ്ങുന്നുണ്ടാവും. പകൽ ആവുന്ന ആ സമയത്താണ് വന്ന് എത്തിച്ചേരുന്നത്. അതാണ് പ്രധാനമായിട്ടുള്ള ഒന്ന്. പിന്നെ അതിൽ ചില രസകരമായിട്ടുള്ള സംഭവങ്ങളിൽ ഒന്ന് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞാൽ, ഒരു പ്രാവശ്യം ഇതേപോലെ നമ്മൾ ബുക്കിംഗ് എടുക്കാൻ വരുന്ന ആൾക്കാർ അച്ഛൻ ഡയറിയിൽ നോട്ട് ചെയ്തിടുകയാണ് സാധാരണ പതിവ്, പരിപാടിക്ക് ഉള്ള ഡേറ്റും ടൈമൊക്കെ. അപ്പോൾ ഒരു പ്രാവശ്യം ഇതേപോലെ ഞങ്ങൾ എന്തോ ഒരു അത്യാവശ്യമുള്ള കുറേ പരിപാടികളുടെ ഇടയിൽ അച്ഛന് പ്രോഗ്രാമുണ്ട് അന്ന്. അപ്പോൾ അച്ഛൻ നേരത്തെ ആൾ വന്നിട്ട് വന്നിട്ട് കൂട്ടിപ്പോകുന്നതാണ് പതിവ്. അപ്പോൾ അച്ഛൻ റെഡിയായിട്ട് 1 മണിക്കൂർ മുമ്പേ റെഡിയായി ആൾ വരുന്നത് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ എന്തോ ഒരു ഫംഗ്ഷനും ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ നേരം നിന്ന് ആരും കൂട്ടാൻ വരുന്നില്ല. അങ്ങനെ നിന്നപ്പോൾ ആണ് പിന്നീട് ഞങ്ങൾ ഒന്നും കൂടെ ഡേറ്റ് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് നെക്സ്റ്റ് മന്തിലാണ് ഡേറ്റ്. അപ്പോൾ അതുപോലെ ഓരോരോ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആഘോഷ്, ഏറ്റവും ഇളയ മകനാണ്. ഞാൻ കൈത്തറി മേഖലയിൽ വർക്ക് ചെയ്യുന്നത്. ഇത് സ്മിത ഇരിങ്ങൽ, ഇത് ആദ്യ, ഇത് ആരാധ്യ. ഇപ്പോൾ +2 പഠിക്കുന്ന ഇവള് 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ പിന്നെ വീട്ടിൽ നമ്മൾ 3 ആൾക്കാരാണ് ഉണ്ടാവുക. അമ്മയുണ്ടാവും, നമ്മൾ 3 പേരും ഉണ്ടാവും. പിന്നെ കാര്യമായ ഒരു ഓർമ്മ എന്തെന്ന് പറഞ്ഞാൽ, ചില സമയങ്ങളിൽ അച്ഛന് ചിലപ്പം പിന്നെ ചില പരിപാടികളിലൊക്കെ പങ്കെടുക്കാൻ ചില സമയത്ത് ചില താല്പര്യക്കുറവുണ്ടാവും. അപ്പോൾ പിന്നെ രാത്രി ഇന്നെന്തായാലും മഴയൊക്കെ പെയ്യും, ഇന്ന് പരിപാടി നടക്കില്ല എന്ന് പറഞ്ഞിട്ട് മടിച്ചവിടെ വീട്ടിലിരിക്കുന്ന സമയത്തായിരിക്കും ജീപ്പ് എടുത്തിട്ട് ആൾ വരിക. എന്നിട്ട് അങ്ങനെ തന്നെ ഒരു പ്രിപ്പറേഷൻ ഇല്ലാണ്ട് അങ്ങനെ തന്നെ കൂട്ടിയിട്ട് പരിപാടി സ്ഥലത്ത് കൊണ്ടുപോയി പങ്കെടുത്ത് അവിടുന്ന് ഒരുപാട് കൂട്ടിക്കൊണ്ടുപോയ അനുഭവങ്ങൾ ചെറുപ്പകാലത്തുണ്ട്. വേദികളെ ശബ്ദം കൊണ്ടും കുടുംബത്തെ സ്നേഹം കൊണ്ടും ചേർത്ത് പിടിച്ച ഈ വലിയ കലാകാരന് ഇനിയും 1000 പൂർണ്ണചന്ദ്രന്മാരെ കാണാനാവട്ടെ എന്ന് നമുക്ക് കരൾ തൊട്ടാശംസിക്കാം.